പശ്ചിമേഷ്യൻ യുദ്ധഭീതിക്കിടയിൽ പുതിയ റിപ്പോർട്ടുകൾ പുറത്തുവരുന്നു. ട്രംപിനെതിരെ അഭിപ്രായ സർവേയുമായാണ് പുതിയ റിപ്പോർട്ട്. ഇറാനെതിരെ യുദ്ധം നടത്താനുള്ള തീരുമാനം വലിയ തെറ്റായിരുന്നുവെന്നും അബദ്ധമായി പോയെന്നും അമേരിക്കയിൽ നടന്ന അഭിപ്രായ സർവേ റിപ്പോർട്ടുകൾ പറയുന്നു. യുദ്ധം അമേരിക്കൻ സമ്പദ് വ്യവസ്ഥയും ലോക സമ്പദ് വ്യവസ്ഥയും താറുമാറാക്കിയെന്നും ഇന്ധനവിലയിൽ കുതിച്ചുചാട്ടമുണ്ടായതോടെ ദൈനംദിന ജീവിതം പ്രതിസന്ധിയിലായെന്നും ജനങ്ങൾ വെളിപ്പെടുത്തിയതായി വാഷിംഗ്ടൺ പോസ്റ്റ്, ABC, ഇപ്സോസ് പോൾ പറയുന്നു. 61% ജനങ്ങളാണ് ഇറാനെതിരായ സൈനിക നടപടി അനാവശ്യമായിരുന്നുവെന്നും നാശമാണ് സൃഷ്ടിച്ചത് എന്നും അഭിപ്രായപ്പെട്ടത്. എന്നാൽ ഭ്രാന്തന്മാർ ആണവായുധം സ്വന്തമാക്കുന്നത് തടയാനാണ് താൻ യുദ്ധം നടത്തിയത് എന്നാണ് ട്രംപിന്റെ വിശദീകരണം. കൂടാതെ ഇറാന്റെ പരമോന്നത നേതാക്കൾക്കെതിരെ ഏതെങ്കിലും തരത്തിലുള്ള ആക്രമണം ഉണ്ടായാൽ ഭരണാധികാരികളെ വധിക്കുമെന്നാണ് ഇറാൻ പാർലമെന്റ് അംഗം ഭീഷണി മുഴക്കിയത്. തങ്ങളുടെ നേതാക്കൾക്ക് നേരെ കൈയോങ്ങിയാൽ ഗൾഫ് മേഖലയിലെ കൊട്ടാരങ്ങൾ തകർക്കുമെന്നും അദ്ദേഹം പറഞ്ഞു. ഇറാൻ എംപി അഹമ്മദ് ബെഷായി അൽ ദസ്താനിയാണ് ഈ പ്രകോപനപരമായ പ്രസ്താവന നടത്തിയത്. അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ് ഇറാനെതിരെ സൈനിക നടപടിക്ക് ഒരുങ്ങുന്നതിനിടെയാണ് ഇത്തരമൊരു ഭീഷണി വരുന്നത്. ഗൾഫ് രാജ്യങ്ങൾ അമേരിക്കയ്ക്ക് സഹായം നൽകിയാൽ അതിന്റെ പ്രത്യാഘാതം വലുതായിരിക്കുമെന്നും അദ്ദേഹം മുന്നറിയിപ്പ് നൽകി. ഇറാന്റെ പരമോന്നത നേതാവ് മുജ്തബ ഖമേനിയെ ലക്ഷ്യമിടാൻ അമേരിക്ക ശ്രമിക്കുന്നുണ്ട് എന്ന റിപ്പോർട്ടുകൾക്ക് പിന്നാലെയാണ് ഈ നീക്കം. അമേരിക്കയുടെ സൈനിക നീക്കങ്ങൾക്ക് താവളമൊരുക്കുന്ന രാജ്യങ്ങൾ ഇറാന്റെ ശത്രുക്കളായി കണക്കാക്കപ്പെടുമെന്ന് ഇറാൻ ഭരണകൂടം വ്യക്തമാക്കി. മേഖലയിലെ സമാധാന അന്തരീക്ഷം ഇതോടെ കൂടുതൽ വഷളായിരിക്കുന്നതിന് തൊട്ടു പിന്നാലെ ഇറാനെതിരായ സൈനിക നടപടി അവസാനിപ്പിച്ചുവെന്ന് US കോൺഗ്രസ് അംഗങ്ങൾക്ക് ട്രംപ് കത്തയച്ചു. അതിനിടെ ലോകത്തെ ഏറ്റവും വലിയ വിമാനവാഹിനി കപ്പൽ USS ജെറാൾഡ് ആർ ഫോർഡ് പശ്ചിമേഷ്യ വിടുകയാണ്. US യൂറോപ്യൻ കമാൻഡ് ഏരിയയിലാണ് നിലവിൽ കപ്പലുള്ളത്. കപ്പലിന്റെ ലോണ്ടറി റൂമിൽ മാർച്ച് 12-നുണ്ടായ തീപിടുത്തത്തിൽ 2 നാവികർക്ക് പരിക്കേറ്റിരുന്നു. 100ഓളം ബെഡുകളും കത്തി നശിച്ചു.